നെത്തോലിയാണ് ഇന്നത്തെ താരം. നമുക്കിതൊന്ന് അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഏലക്ക, ചുവന്നുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ ഉണക്കമുളക്. നമ്മളിവിടെ ഗുണ്ടുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റിനും ക്രിസ്പി ആയിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൂട്ടവും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്നല്ലേ, വെളുത്ത അവലാണ് കണ്ടോ. ഈ വെളുത്ത അവലും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും, അതായത് ലേശം മതി, വളരെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് നമ്മൾ ഈ ഫില്ല് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് കോൺഫ്ലവറും നമ്മൾ അരച്ചുണ്ടാക്കിയ അരപ്പും കൂടെ ചേർത്ത് കുറച്ച് കലക്കിയെടുത്താണ്. ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ കലക്കിയെടുത്ത മിശ്രിതത്തിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനെ മുക്കി പൊരിച്ചെടുക്കണം. അതായത് നല്ലതായിട്ട് തിളച്ച വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിൽ തിളച്ചതിന് ശേഷം ഇട്ട് നന്നായിട്ട് ക്രിസ്പിയായിട്ട് പൊരിച്ചെടുക്കുക. അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇടുന്നത്. കോന്നത്തോലിയല്ലേ, നല്ല സോഫ്റ്റ് മീനാണ്, പെട്ടെന്ന് വറന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഈ ഫില്ല് ചെയ്തതിനെ മുക്കി പൊരിച്ചെടുക്കാം.